സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ചുമത്തരുതെന്ന പാർലമെന്ററി പെറ്റീഷൻസ് കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് പിന്നിൽ ഒരു മലയാളിയുടെ ഇടപെടലുണ്ട്. ബാംഗ്ലൂരിൽ നടത്തുന്ന ബാംബു പെക്കർ കമ്പനിയിലെ ജീവനക്കാരുടെ ബുദ്ധിമുട്ട് കണ്ടുനിൽക്കാൻ പരമേശ്വരന് കഴിഞ്ഞില്ല. മിനിമം ബാലൻസ് നമുക്ക് ഒരു മാസത്തിൽ 1-2 ദിവസങ്ങളൊക്കെ ആയിരിക്കും മിനിമം ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നത്. പക്ഷേ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് സാലറി കൊടുക്കുമ്പോൾ ഈ ആദ്യത്തെ ഒരു 5-ാം തീയതി 6-ാം തീയതി സാലറി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 10-20 ദിവസം ഇവരുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത മാസം സാലറി വരുമ്പോൾ അതിൻ്റെ ഒരു മേജർ പോർഷൻ ഈ മിനിമം ബാലൻസിന് കട്ട് ചെയ്യായിരുന്നു ബാങ്ക്. 2024 പരാതി നൽകിയത് ലോക്സഭാ സ്പീക്കർക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും. പരാതി പഠിച്ച പാർലമെന്ററി പെറ്റീഷൻസ് കമ്മിറ്റി മിനിമം ബാലൻസ് ഇല്ലാത്തതിനുള്ള പിഴ ബാങ്കുകൾ ഒഴിവാക്കണമെന്ന് ശുപാർശ ചെയ്തു. റോങ് ഡോറിൽ കംപ്ലൈൻറ്റ് ചെയ്യും. അത് നമ്മൾ ആരാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ലെവലിലോട്ട് അയച്ചു കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ സിറ്റിസണും ഏത് വിഷയത്തിനും പോയി കഴിഞ്ഞാൽ അതിന് മെറിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമായി. 2020 മിനിമം ബാലൻസ് നിബന്ധന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തു കളഞ്ഞിരുന്നു. പരമേശ്വരന്റെ പരാതി പഠിച്ച പെറ്റീഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ധനമന്ത്രാലയം ജൂണിൽ കത്തയച്ചതോടെ ചില പൊതുമേഖലാ ബാങ്കുകൾ കൂടി പിഴ നിർത്തലാക്കി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരാണവർ. പക്ഷേ സ്വകാര്യ ബാങ്കുകൾ പിഴ തുടരുകയാണ്. 2024-25 മാത്രം 4817 കോടി രൂപയാണ് പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ ഈ ഇനത്തിൽ ഈടാക്കിയത്.